മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചരിത്ര നിമിഷം. സുനീത്ര പവാർ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അകാലത്തിൽ വിട പറഞ്ഞ അജിത് പവാറിന് ശേഷം എൻസിപിയുടെ നേതൃത്വം ഏറ്റെടുത്താണ് സുനീത്ര പവാർ ഭരണരംഗത്തേക്ക് കടന്നുവരുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സുനീത്ര പവാറിനെ എൻസിപി നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനീത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്തു. मी सुनेत्रा अजित पवार गांभीर्यपूर्वक प्रतिज्ञा करते की कायद्याद्वारे स्थापित झाले आहे अशा भारताच्या संविधानाबद्दल मी खरी श्रद्धा व निष्ठा बाळगीन. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വിധാൻ ഭവനിൽ ചേർന്ന എൻസിപി നിയമസഭാ കക്ഷി യോഗത്തിൽ നേതാക്കൾ ഏകകണ്ഠമായി സുനീത്ര പവാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. അകാലത്തിൽ വിട പറഞ്ഞ അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ ആസൂത്രണ വകുപ്പുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വകുപ്പുകളും സുനീത്ര പവാറിന് കൈമാറും. സത്യപ്രതിജ്ഞാ ചടങ്ങ് വളരെ ലളിതമായ രീതിയിലായിരുന്നു. ഭരണപരമായ നടപടിക്രമങ്ങളിൽ മാത്രം ഒതുങ്ങിയ ചടങ്ങിൽ വിപുലമായ അലങ്കാരങ്ങളോ പ്രത്യേക ആഘോഷങ്ങളോ ഒഴിവാക്കിയിരുന്നു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ക്യാബിനറ്റ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ എന്നിവർക്കൊപ്പം തെരഞ്ഞെടുത്ത ഏതാനും കുടുംബാംഗങ്ങൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചരിത്ര നേട്ടത്തിനോടൊപ്പം ഭരണത്തിന്റെ വലിയ ഉത്തരവാദിത്തമാണ് സുനേത്ര പവാറിനെ കാത്തിരിക്കുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഈ നീക്കം പുതിയൊരു അധ്യായം തുറക്കുകയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.